സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയാക്കിയപ്പോൾ മത്സരരംഗത്തുള്ളത് 890 സ്ഥാനാർത്ഥികൾ. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കൊടുവള്ളിയിലാണ്. അവിടെ 13 പേർ മത്സരിക്കുന്നു. അപരന്മാരിൽ ചിലർ പിന്മാറിയതോടെ പ്രമുഖർക്ക് ഭീഷണിയായി ചിലർ തുടരുന്നുണ്ട്. ചിലർ പിന്മാറി, ചിലർ തുടരുന്ന പശ്ചാത്തലമൊക്കെയുണ്ട്. സാരംഗ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, ഇത്തവണ സ്ഥാനാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ച് കുറവാണ്, എങ്കിലും 800-ന് മുകളിൽ ആളുകളുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അപരന്മാരുടെ പ്രശ്നമുണ്ട്, ചിഹ്നം ശശീന്ദ്രൻ അടക്കമുള്ള പ്രശ്നം, ചിഹ്നം നഷ്ടപ്പെട്ട പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. രഞ്ജിത്ത്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം 3 മണി വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അനുവദിച്ചിരുന്നത്. അതിനുശേഷമാണ് ചിത്രം വളരെ വ്യക്തമായത്. മത്സര ചിത്രം ഇന്നു മുതൽ ഇനി മാറ്റങ്ങളൊന്നുമില്ലാതെ 890 പേർ സംസ്ഥാനത്തുടനീളമുള്ള മണ്ഡലങ്ങളിൽ ഈ ഒരു ഇലക്ഷനിൽ മാറ്റിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും അപരന്മാരുടെയും വിമതരുടെയും അടക്കം സാന്നിധ്യമുണ്ടായിരുന്നു. അതിൽ ഒരു പരിധിവരെ കുറയാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം 3 മണിക്ക് മുൻപ് വരെ എല്ലാ മുന്നണികളും ഈ ഒരു വിമത ശല്യം ഒഴിവാക്കാനും ഒപ്പം തന്നെ അപരന്മാരുടെ ശല്യം ഒഴിവാക്കാനും വലിയ രീതിയിലുള്ള ചർച്ചകളും അനുനയന സംവാദങ്ങളും അടക്കം നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പല രീതിയിലും ഈ സ്ഥാനാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത്. കഴിഞ്ഞ ദിവസം 958 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം 3 മണിക്ക് ശേഷം ഈ ഒരു ലിസ്റ്റ് വന്നപ്പോൾ 890-ലേക്ക് കുറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ സ്ഥാനാർത്ഥികൾ കുറവാണ്. പക്ഷേ എന്നാലും 800-ന് മുകളിൽ ഇപ്പോൾ 900-ന് അടുത്തേക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നതും ഒരു ഇലക്ഷൻ പ്രക്രിയ വലിയ രീതിയിലുള്ള മത്സരത്തിന് സാഹചര്യം ഒരുക്കുമെന്ന കാര്യം തന്നെ തീർച്ചയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചിഹ്നവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പലർക്കും, അതായത് സ്ഥിരമായി ഉപയോഗിച്ച് വരുന്ന ചിഹ്നങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, 13 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുക, അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുമെല്ലാം ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ഏകദേശം എല്ലാം പൂർത്തിയായി തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ സൂക്ഷ്മ പരിശോധന ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട സമയപരിധി ആയിക്കോട്ടെ, അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇനി നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുക, അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക, മുഴുവൻ ജനങ്ങളിലേക്കും കൃത്യമായി എത്താൻ സാധിക്കുക എന്നതായിരിക്കും ഇനി മുന്നണികളുടെ മുന്നിലെ പ്രധാന പ്രതിസന്ധി. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു എല്ലാ പ്രക്രിയയ്ക്കും, ഒരു ഇലക്ഷനിലേക്ക് മാത്രമല്ല മറ്റെല്ലാ പ്രക്രിയയ്ക്കും വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ ലഭിച്ചിരുന്നത്. എന്തുതന്നെയാലും ഇനി ഇന്നു മുതൽ സംസ്ഥാനത്തെ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ മറ്റ് വിവാദങ്ങളിലേക്കും മത്സരത്തിന്റെ ചൂടുപിടിക്കുന്നതും വളരെ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. രഞ്ജിത്ത്, സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.